ഇനി 2021 കേരള കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് അർഹമായ തറവില ഉറപ്പാക്കൽ ബിൽ. ശ്രീ കുറുക്കോളി മൊയ്തീൻ, അങ്ങേക്ക് 2021 കേരള കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് അർഹമായ തറവില ഉറപ്പാക്കൽ ബില്ലിൻ്റെ അവതരണാനുമതിക്കുള്ള ഉപക്ഷേപം അവതരിപ്പിക്കാവുന്നതാണ്. സർ, 2021 കേരള കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് അർഹമായ തറവില ഉറപ്പാക്കൽ ബില്ലിന് അവതരണാനുമതി നൽകണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്. ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി, അങ്ങേക്ക് സംസാരിക്കാവുന്നതാണ്. സംസ്ഥാനത്തെ കാർഷിക വിളകളുടെ വിലയിലുണ്ടാകുന്ന അസ്ഥിരത പരിഹരിക്കാൻ നിലവിൽ തന്നെ സർക്കാർ വിവിധങ്ങളായ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നുണ്ട്. അദ്ദേഹം ഈ ബില്ലിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട് പഴം, പച്ചക്കറികൾ എന്നിവയൊക്കെ വിപണനം ചെയ്യുന്ന നടപടി സ്വീകരിക്കേണ്ടതുണ്ട് എന്നെല്ലാം. 16 ഇനം പഴം, പച്ചക്കറികൾക്ക് അടിസ്ഥാന വില തുടങ്ങിയ കാർഷിക വില പിടിച്ചു നിർത്തുന്നതിനും ഇടിയുന്ന സാഹചര്യത്തിൽ കർഷകരെ സഹായിക്കാനുള്ള സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടപടികൾ സ്വീകരിച്ചിട്ടുള്ളതാണ്. നെല്ലിന് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ കുറഞ്ഞ താങ്ങുവില MSP, അതും സംസ്ഥാന സർക്കാരിൻ്റെ സ്റ്റേറ്റ് ഇൻസെൻറ്റീവ് ബോണസും ചേർന്ന ഉയർന്ന സംഭരണ വില നൽകുന്നുണ്ട്. നാളികേരത്തിന് സംസ്ഥാന സർക്കാർ ഉയർന്ന സംഭരണ വിലയാണ് നൽകുന്നത്. റബ്ബറിന് ഉൽപ്പാദന ഇൻസെൻറ്റീവ് സ്കീം, റബ്ബർ പ്രൊഡക്ഷൻ ഇൻസെൻറ്റീവ് സ്കീം നടപ്പിലാക്കുന്നുണ്ട്. ഈ പദ്ധതികളെല്ലാം തന്നെ കാര്യക്ഷമമായി സർക്കാർ നടപ്പിലാക്കി വരുന്നുണ്ട്. RPI സ്കീമിൽ കഴിഞ്ഞ വർഷം തന്നെ റബ്ബറിൻ്റെ കാര്യത്തിലാണെങ്കിൽ 180 കോടി രൂപ, സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് നിൽക്കുന്ന അവസരത്തിൽ തന്നെയും 180 കോടി രൂപ ഉൾപ്പെടെ നിലവിൽ 2054 കോടി രൂപ സർക്കാർ റബ്ബർ കർഷകർക്ക് ഇൻസെൻറ്റീവായി നൽകിയിട്ടുണ്ട്. നെല്ല് കിലോഗ്രാമിന് 28 രൂപ 20 പൈസയും, മില്ലിംഗ് കൊപ്ര കിൻഡലിന് 11,760 രൂപയും, ഉണ്ടക്കൊപ്ര കിൻഡലിന് 12,000 രൂപയും, പച്ചത്തേങ്ങ കിലോഗ്രാമിന് 34 രൂപയ്ക്കുമാണ് ഇപ്പോൾ സംഭരണം നടത്തുന്നുണ്ട്. ഈ സംഭരണ പ്രവർത്തനങ്ങൾ വഴി വിപണിയിലെ വില തകർച്ചയിൽ നിന്നും ഈ വിളകളെയെല്ലാം സംരക്ഷിക്കാൻ സാധ്യമാകുന്നുണ്ട്. രാജ്യത്ത് ആദ്യമായി 16 ഇനം പഴം, പച്ചക്കറികൾക്ക് അടിസ്ഥാന വില നിശ്ചയിച്ച് സംഭരിക്കുന്ന സംസ്ഥാനമാണ് കേരളം. സുഗന്ധവ്യഞ്ജനങ്ങളുടെ കാര്യത്തിൽ കുറഞ്ഞ താങ്ങുവില നടപ്പാക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് ഈ വിഷയത്തിൽ നിവേദനം നൽകിയെങ്കിലും അനുകൂലമായ നടപടി ഉണ്ടായിട്ടില്ല. ഉൽപ്പാദനത്തിലും പരിരക്ഷയിലും കേരള സർക്കാർ നടത്തുന്ന ഇടപെടലുകൾ ഈ മേഖലയിലുള്ള കർഷകർക്ക് നല്ല പിന്തുണയാകുന്നുണ്ട്. നെൽകൃഷി, നാളികേര കൃഷി, പച്ചക്കറി കൃഷി തുടങ്ങിയവയ്ക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പ്രഥമ പരിഗണന നൽകി ആവശ്യമായ പിന്തുണകളും സബ്സിഡികളും നൽകുന്നുണ്ട്. നെൽകൃഷിക്കായി കഴിഞ്ഞ സാമ്പത്തിക വർഷം 95.1 കോടി രൂപയാണ് വകയിരുത്തിയത്. നാളികേരത്തിൻ്റെ കൃഷി പ്രോത്സാഹിപ്പിക്കുവാൻ 68.95 കോടി രൂപയും, പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കാൻ 77.2 കോടി രൂപയും വകയിരുത്തിയിരുന്നു. കർഷകരുടെ വരുമാന വർധനവ് എന്നത് സർക്കാരിൻ്റെ പ്രഥമ പരിഗണനയിലുള്ള കാര്യം തന്നെയാണ്. കർഷകരുടെ വരുമാനം 50% വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഇതിനായി വിവിധ പ്രവർത്തനങ്ങൾ സർക്കാർ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നുണ്ട്. കർഷകരുടെ കൂട്ടായ്മ സൃഷ്ടിക്കുക എന്നത് ഇക്കാര്യത്തിൽ മുഖ്യ ലക്ഷ്യങ്ങളിലൊന്നാണ്. ഇതിൻ്റെ ഭാഗമായി കൃഷിക്കൂട്ടങ്ങൾ ചേർന്നുള്ള FPOകളും, ഫാർമേഴ്സ് പ്രൊഡ്യൂസർ ഓർഗനൈസേഷനുകളും രൂപീകൃതമായിട്ടുണ്ട്. വിപണിയിലെ വില, അതിൻ്റെ വിലയിരുത്തിക്കൊണ്ട് വിപണിയെയും വിപണി വിലയെയും വിലയിരുത്തിക്കൊണ്ട് ഉൽപ്പാദനം നിശ്ചയിക്കുവാനും അധിക ഉൽപ്പാദനം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുവാനും FPOകൾക്ക് ഇപ്പോൾ സാധ്യമാകുന്നുണ്ട്. കാർഷിക മേഖലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് പരമാവധി വില ലഭ്യമാക്കുവാൻ ഈ കൂട്ടായ്മകളുടെ പ്രവർത്തനം വഴി സാധിക്കുന്നുണ്ട്. FPOകൾ, കൃഷിക്കൂട്ടങ്ങൾ തുടങ്ങിയവയ്ക്ക് മൂല്യവർദ്ധിത മേഖലയിൽ ഇടപെടുന്നതിനായി ആവശ്യമായ ഉപദേശങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്കുള്ള ദേശീയ അന്തർദേശീയ വിപണി തുടങ്ങി ലഭ്യമാക്കുവാൻ കേരള അഗ്രോ ബിസിനസ് കമ്പനിയും ഇതാദ്യമായി കേരളത്തിൽ രൂപീകൃതമായിട്ടുണ്ട്. കർഷകർക്കും കർഷകരുടെ കൂട്ടായ്മകൾക്കും പൊതുജനങ്ങൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും ഓഹരി പങ്കാളിത്തമുള്ള അർത്ഥത്തിൽ പൂർണ്ണതോതിൽ പ്രവർത്തിക്കുന്നതോടെ, ഈ കാപ്കോ പൂർണ്ണതോതിൽ പ്രവർത്തിക്കുന്നതോടെ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് ദേശീയ അന്തർദേശീയ വിപണി കണ്ടെത്തി കർഷകരുടെ വരുമാനം ഉയർത്തുവാൻ സാധ്യമാകും. മേൽ നടപടികളിലൂടെ കേരളത്തിലെ കർഷകരുടെ വരുമാന വർധനവിൽ ഇടപെടുന്നതോടൊപ്പം ആവശ്യമായ വിവിധ സബ്സിഡികൾ ഉൾപ്പെടെയുള്ള മറ്റ് പിന്തുണകളും നൽകി കർഷകരെ സഹായിക്കുന്നുണ്ട്. കർഷകർക്ക് നേരിട്ട് സബ്സിഡി സർക്കാർ നൽകാൻ നടപടി സ്വീകരിക്കണമെന്നാണ് ബില്ലിനകത്ത് പറഞ്ഞൊരു കാര്യം. അതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നടപ്പിലാക്കുന്ന കാര്യങ്ങളാണ്. വിപണനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന നടപടി സ്വീകരിക്കണമെന്ന് ബില്ലിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതും ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. കർഷകന് ന്യായമായ വില ലഭ്യമാവുക എന്ന തരത്തിൽ തന്നെയാണ് ഈ കാര്യം ചെയ്തിട്ടുള്ളതെല്ലാം. നേരിട്ട് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുക എന്നതും ആഴ്ചച്ചന്തകളുടെയും കാര്യം പറയുന്നുണ്ട്. ഏതാണ്ട് കേരളത്തിൽ 550ഓളം ഇത്തരത്തിൽ സംഭരിക്കുന്ന സംവിധാനങ്ങൾ, VFPCK, പാക്സുകളുടെ സംവിധാനങ്ങളെല്ലാം ഈ തരത്തിൽ അത് വ്യാപിപ്പിക്കുന്നതിനാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. താങ്ങുവില ഉറപ്പാക്കുന്ന നടപടി 16 ഇനം പഴം, പച്ചക്കറി കാര്യം ഞാൻ പറഞ്ഞു. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് കേരളത്തിൽ ചെയ്തിരിക്കുന്നത്. അടിസ്ഥാന വില നിശ്ചയിക്കുന്നതും അടിസ്ഥാന വില കാലാകാലങ്ങളിൽ പുതുക്കുന്നതിനെക്കുറിച്ചും ഇത് പറയുന്നുണ്ട്. അതിലെല്ലാം പ്രൈസസ് ബോർഡിനെ അക്കാര്യത്തിൽ ചുമതലപ്പെടുത്തിക്കൊണ്ട് വിലയുടെ കാര്യത്തിൽ
വിപണി അല്ലെങ്കിൽ ഉൽപ്പാദനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടതിനെ കുറവ് നേരിടുന്നെന്ന് ബോധ്യപ്പെടുന്ന അവസരങ്ങളിലെല്ലാം കൃത്യമായി ഇടപെടുന്ന സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പഴം പച്ചക്കറി കാര്യം അദ്ദേഹം ബില്ലിൽ പറയുന്നുണ്ട്. അതും ഞാൻ നേരത്തെ സൂചിപ്പിച്ചാണ് 16 പഴം പച്ചക്കറിയും എല്ലാം. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെയും കാലതാമസം ഉണ്ടാവാതെ ഈ കാര്യങ്ങൾ നടപ്പിലാക്കുന്ന നടപടി സ്വീകരിക്കുന്നത് ഉൾപ്പെടെ ഈ കാര്യങ്ങളെല്ലാം ഇതിൽ സൂചിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം സംസ്ഥാന സർക്കാർ ഇപ്പോൾ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നതും കർഷകരുടെ കാര്യത്തിൽ പ്രത്യേകമായി താല്പര്യമെടുത്ത് ചെയ്യേണ്ടതാണ് എന്നുള്ളതുകൊണ്ട് കൂടുതലായി ഇതുമായി ബന്ധപ്പെട്ട മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി വാല്യൂ ആഡഡ് അഗ്രികൾച്ചർ മിഷനും കേരള അഗ്രോ ബിസിനസ് കമ്പനിയും കൃഷിക്കൂട്ടങ്ങളും അതുമായി ബന്ധപ്പെട്ട മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് സംരംഭകരാകുന്നതിനൊക്കെയുള്ള തരത്തിലുള്ള പുതിയ ഇടപെടലുകൾ കൂടി തീർത്തുകൊണ്ടിരിക്കുന്നുള്ള യാഥാർത്ഥ്യം ആണ്. ആ സാഹചര്യത്തിൽ ഇത്തരമൊരു ബില്ലിൻ്റെ ആവശ്യകത ഇല്ല. അതുകൊണ്ട് ഇത് അവതരണാനുമതി നൽകേണ്ടതില്ല എന്ന അഭിപ്രായം രേഖപ്പെടുത്തുന്നു. ശ്രീ കുർക്കോളി മൊയ്തീൻ. സർ, നമ്മുടെ നാട്ടിലെ കർഷകരുടെ സ്ഥിതി അതിദയനീയമാണ്. കാർഷിക പ്രശ്നങ്ങൾ, കർഷകരുടെ വിഷയങ്ങൾ ശരിയാവണ്ണം ചർച്ചയ്ക്കെടുക്കാൻ പോലും നമ്മുടെ നാട്ടിൽ ആരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. കർഷകരുടെ യഥാർത്ഥമായ സ്ഥിതി വിലയിരുത്താൻ ഭരണകൂടങ്ങൾ പോലും പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ ബഹുമാന്യനായ കൃഷി വകുപ്പ് മന്ത്രി കാർഷിക മേഖലയിൽ നടത്തുന്ന ഇടപെടലുകളെക്കുറിച്ചുകൂടി സൂചിപ്പിക്കുകയുണ്ടായി. പച്ചക്കറിയുടെ സംഭരണം, നാളികേരത്തിൻ്റെ സംഭരണം, നെല്ലിൻ്റെ സംഭരണത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഇത് എത്രമാത്രമാണ് ഇതൊക്കെ നടക്കുന്നത് എന്നതിനെക്കുറിച്ചൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. എപ്പോഴെങ്കിലും ഒന്ന് വെളുത്ത വാപ്പിനോ കറുത്ത വാപ്പിനോ കുറച്ച് പച്ചക്കറികൾ സംഭരിച്ചു എന്നുള്ളത് കൊണ്ട് നാട്ടിലെ കർഷകർ, പച്ചക്കറി കൃഷി ചെയ്യുന്ന കർഷകരൊക്കെ അങ്ങ് രക്ഷപ്പെടും എന്നാണോ നമ്മുടെയൊക്കെ വിചാരം? അതേപോലെ തന്നെ എന്തെങ്കിലും ഒന്ന് ഒരാണ്ടിലൊരിക്കൽ നാളികേരത്തിൻ്റെ സംഭരണം നടന്നാൽ മതിയോ? നെല്ല് സംഭരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് തീരുമോ കാര്യങ്ങൾ? റബ്ബറിൻ്റെ സംഭരണത്തിന് വേണ്ടി നമ്മൾ നീക്കിവെച്ച തുക പോലും നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയുന്നുണ്ടോ? ഈ വസ്തുതകളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കർഷകരുടെ ഈ ദയനീയമായ ഒരവസ്ഥയാണ് പുതിയ തലമുറ ചെറുപ്പക്കാർ പോലും കാർഷിക രംഗത്തേക്ക് കടന്നു വരാതിരിക്കാനുള്ള കാരണം. ഒരു കാലത്ത് നമ്മുടെ നാടിനെ ജീവിപ്പിച്ചത് കർഷകരാണ്. നാട്ടിലെ എല്ലാ സംരംഭങ്ങളും വിജയിപ്പിച്ചത് കർഷകരാണ്. നാട്ടിലെ അത്യാവശ്യം മെച്ചപ്പെട്ട ജീവിതം നയിച്ചിരുന്നത് കർഷകരാണ്. എന്നാൽ ആ കർഷകരെ കുറിച്ച് ഇന്ന് ചിന്തിക്കാൻ നമ്മൾ എത്രമാത്രമാണ് തയ്യാറാകുന്നത്? നാട്ടിലെ അമ്പലങ്ങൾ ഉയർന്നത്, പള്ളികൾ ഉയർന്നത്, നേർച്ചകൾ നടത്തിയത്, പൂരങ്ങൾ നടത്തിയത്, ആഘോഷങ്ങളുടെ മുമ്പിലുണ്ടായിരുന്നതൊക്കെ ഒരു കാലത്ത് കർഷകരാണ്. രാഷ്ട്രീയ പാർട്ടികൾ സംഭാവനയ്ക്ക് ചെന്നിരുന്നത് കർഷകരുടെ മുമ്പിലേക്കാണ്. ഇന്ന് പുതിയ പ്രമാണിമാരും ആളുകളൊക്കെ ഉള്ള ഒരു കാലഘട്ടത്തിലാണെന്ന് എനിക്കറിയാം. എന്നാൽ ആ കർഷകർ ഈ അധപ്പതനത്തിലേക്ക് നീങ്ങിയത് എന്തുകൊണ്ട് എന്നതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്. കർഷകർ നടത്തുന്ന സേവനങ്ങളുടെ വലുപ്പം നമ്മൾ തിരിച്ചറിയണം. ഈ ഹാളിനകത്ത് ഈ അസംബ്ലിക്ക് വേണ്ടി സേവനം ചെയ്യുന്ന ജീവനക്കാരുണ്ട്. അവർ ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങളെ അവർക്ക് ചെയ്യേണ്ടതുള്ളൂ. ആരോഗ്യ മേഖലയിൽ സേവനം ചെയ്യുന്ന ആളുകളുണ്ട്, തൊഴിൽ രംഗത്ത് സേവനം ചെയ്യുന്ന ആളുകളുണ്ട്, വിദ്യാഭ്യാസ രംഗത്ത് സേവനം ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ ഒരു തലമുണ്ട്. ആ തലത്തിലുള്ള കാര്യങ്ങൾ അവർക്ക് ചിന്തിക്കേണ്ടതുള്ളൂ, പ്രവർത്തിക്കേണ്ടതുള്ളൂ. എന്നാൽ അതിനേക്കാൾ വിപുലപ്പെട്ട ഒരു ഉത്തരവാദിത്തം, അതിനേക്കാൾ ഗൗരവമേറിയ ചുമതലയാണ് നാട്ടിലെ കർഷകർ ചെയ്യുന്നത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. നാം നാട് ഒന്നിച്ചാദരിക്കേണ്ട ഒരു വിഭാഗമാണ്, ഒരു സേവന മേഖലയാണ് കാർഷിക രംഗം. നമ്മുടെ ജീവിതത്തിന് മാത്രമല്ല, ഈ പരിസ്ഥിതിയുടെ സംരക്ഷണത്തിനും മുഴുവൻ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിനും കർഷകരുടെ അധ്വാനമാണ് പ്രധാനം. കർഷകർ ചേറ്റിലിറങ്ങിയാലേ നമുക്ക് ചോറ്റിൽ കൈവെക്കാൻ സാധിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ഈ കർഷകരെ നമ്മൾ എങ്ങനെ സഹായിച്ചു എന്നാണ് പറയുന്നത്? ഈ കർഷകരെ അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ വെട്ടിച്ചുരുക്കാനല്ലേ നമ്മൾ ശ്രമിക്കുന്നത്? ഇപ്പൊ ഇന്നലെ പത്രത്തിലൂടെ നമ്മൾ അറിഞ്ഞു, മിനിഞ്ഞാന്ന് കേന്ദ്ര ഗവൺമെന്റ് നെൽകർഷകർക്കുള്ള അവരുടെ സംഭരണ വില വർദ്ധിപ്പിച്ചു. എല്ലാ കൊല്ലവും ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ നെൽകർഷകർക്ക് അല്ലെങ്കിൽ ഒരു വിഭാഗം കർഷകർക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ ചുരുക്കി കൊണ്ടുവരുന്ന ഒരൊറ്റ സർക്കാരേ ഉള്ളൂ ഇന്ത്യയിൽ. അത് കേരളത്തിലെ നമ്മുടെ ഈ സർക്കാരാണ്. 2020, 21, 22 വർഷത്തിൽ നെൽകർഷകർക്ക് നൽകിയിരുന്ന ഇൻസെന്റീവിൽ നിന്ന് 40 രൂപ ബജറ്റിലൂടെ കുറച്ചു. ബജറ്റിലൂടെ സാർ, അല്ല, നമ്മൾ അവാസ്തവമായ കാര്യങ്ങൾ ഇത്തരം സഭകളിൽ ഉന്നയിക്കുന്നത് ശരിയാണ് എന്ന് തോന്നുന്നില്ല.
കാരണം ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ നെല്ലിന് വില നൽകുന്ന ഏക സംസ്ഥാനം കേരളമാണ്. 28 രൂപ 20 പൈസ 1 കിലോ നെല്ലിന് നൽകുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനം ഇന്ത്യ രാജ്യത്ത് ഉണ്ടോ എന്ന് താങ്കൾ ഈ ചർച്ചയുടെ ഭാഗമായി ചൂണ്ടിക്കാണിക്കാൻ തയ്യാറാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് പിൻവലിക്കണം. ആ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഒന്നും കൂടി അടിവരയിടുന്നു. ഞാൻ വിശദീകരിച്ച് വരാം, താങ്കൾ കേൾക്കാനിരിക്കണം. 21-22 നാം നൽകിയിരുന്ന ഇൻസെൻറ്റീവിൽ നിന്ന് 40 പൈസ വെട്ടിക്കുറച്ചു ആദ്യമായിട്ട്. പിന്നീട് 22-23 20 പൈസ വർദ്ധിപ്പിക്കുന്നു എന്ന് നമ്മൾ പ്രചാരണം നടത്തി. 22-23 വർഷത്തിൽ കേന്ദ്രം 1 രൂപ അധികമായി നെല്ലിന് നൽകാൻ തീരുമാനിച്ചു. ആ വില ഇവിടെ സംസ്ഥാന ഗവൺമെൻറ് അംഗീകരിച്ചില്ല, അത് കുറച്ചു. ഇവിടുത്തെ ഇൻസെൻറ്റീവിൽ അങ്ങ് കുറച്ചു. 2023-24 1 രൂപ 43 പൈസ കേന്ദ്രം വർദ്ധിപ്പിച്ചു. അത് ഇവിടെ ഇൻസെൻറ്റീവിൽ നിന്ന് വീണ്ടും കുറവ് വരുത്തി. ഈ വർഷം 1 കിലോ നെല്ലിന് 117 പൈസ വർദ്ധിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ കുറക്കുമോ അത് കർഷകർക്ക് തിരിച്ചു കൊടുക്കുമോ എന്നത് അറിയേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ സേവനം. ഒന്ന് ശബ്ദം കുറച്ച് കേട്ട് കഴിഞ്ഞാൽ പറയാം. ഞാൻ പറയാം, നിങ്ങളെ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ കോലം ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ട് ഈ രീതിയിലാണ് ഇവിടെ മിനിസ്റ്റർ പറഞ്ഞ സംഭരണം നടക്കുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ കർഷകരുടെ അവസ്ഥ, ഇവിടെ ഈ സേവനങ്ങളെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ ഇവിടുത്തെ ഈ വലിയ സേവന രംഗമായി കർഷകരെ നമ്മൾ കാണണം. നമ്മളൊക്കെ ജീവിപ്പിക്കുന്നത് ജീവജാലങ്ങളെ നിലനിർത്തി കൊണ്ടുപോകാൻ കർഷകർ അധ്വാനിക്കുകയാണ്. അവിടെയാണ് നമ്മുടെ കാർഷികോൽപ്പന്നങ്ങൾക്ക് മതിയായ വില കിട്ടാത്തത് കൊണ്ട് ഈ മേഖലയിൽ നിന്ന് കർഷകർ പിന്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓർക്കണം, 8 വർഷം മുമ്പ് നമ്മൾ നാളികേരത്തിന് കിട്ടിയിരുന്ന വിലയുടെ പകുതിയെ ഇന്ന് കിട്ടുന്നുള്ളൂ. 8 വർഷം മുമ്പ്. 18 വർഷം മുമ്പ് കുരുമുളകിന് കിട്ടിയിരുന്ന വില ഇവിടെ 1/3 ചുരുങ്ങി. ശ്രീ കുർക്കോളി മൊയ്തീൻ, അങ്ങ് തുടരുന്നോ അതോ അവസാനിപ്പിക്കുന്നു? തുടരാൻ ആഗ്രഹിക്കുന്നു. കൺക്ലൂഡ് ചെയ്യൂ. 2 മിനിറ്റ്. അതുകൊണ്ട് അതേപോലെ റബ്ബർ 242 രൂപക്ക് റബ്ബർ വിറ്റ കേരളം ഇപ്പോൾ 200 അടുത്തു. 82 രൂപയിലേക്ക് എത്തിയ ഒരു കാലഘട്ടം ഉണ്ടായി. ഇവിടെ ഈ കർഷകന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെയുള്ള നമുക്കൊക്കെ എല്ലാവർക്കും ജനങ്ങളുടെ ജീവിത ചെലവ് വർദ്ധിച്ചു വരികയാണ്. അത് കർഷകർക്കും ഉണ്ട്. ചർച്ച തുടരുക ബാബു. ഒരു ഏത് വിഭാഗത്തിൽ 50 കൊല്ലം 40-50 കൊല്ലത്തിന്റെ ഉള്ളിലുണ്ടായിരുന്ന നമ്മുടെ ജീവനക്കാരുടെ ശമ്പളത്തിന്റെ 4-5 ഇരട്ടിയാണ് ഇന്ന് അവർ ശമ്പളം പറ്റുന്നത്. അവിടെ ജീവിത ചെലവും ഇതേപോലെ വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ അത്രയും കാലം മുമ്പ് കർഷകർക്ക് കിട്ടിയിരുന്ന വരുമാനം 5-1 ചുരുങ്ങിപ്പോയി എന്നുള്ളതാണ് വസ്തുത. ഇങ്ങനത്തെ ദയനീയമായ ഒരു സാഹചര്യത്തിൽ കർഷകരെ സംരക്ഷിക്കണമെങ്കിൽ അവിടെ കാർഷികോൽപ്പന്നങ്ങൾ മതിയായ വില നൽകി സംഭരിക്കുവാൻ സന്നദ്ധമാകണം. സ്വാമിനാഥൻ കമ്മീഷന്റെ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് അനുസരിച്ച് ഈ സർക്കാരും ജനങ്ങളോട് പറഞ്ഞതാണ് 150 രൂപ 150% വില നിശ്ചയിച്ച് സംഭരിക്കാൻ സംവിധാനം 12 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രിക്ക് 12 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അംഗത്തിനും മന്ത്രിക്ക് ഉൾപ്പെടെയുള്ള 12 മിനിറ്റ്. മന്ത്രി 4 മിനിറ്റ് സംസാരിച്ചു. അതും ആയിട്ടില്ല. സംസാരിച്ചു. അങ്ങ് ചർച്ച അവസാനിപ്പിക്കുന്നത് തുടരാം. അതല്ല, തുടർ ചർച്ചയ്ക്ക് മാറ്റിവെക്കുന്ന സമയമുണ്ട് ഇനി. ഇത് പൂർത്തിയാക്കാം. ഷംസുദ്ദീൻ ഇരിക്കൂ. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ജനങ്ങളോട് പറഞ്ഞു, അവിടെ ഉൽപാദന ചെലവിന്റെ 150% വില നിശ്ചയിച്ച് മുഴുവൻ കാർഷികോൽപ്പന്നങ്ങളും സംഭരിക്കാൻ സംവിധാനം ഉണ്ടാക്കുമെന്ന്. 2014 കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞത്, 2016 സംസ്ഥാന ഗവൺമെന്റ് പറഞ്ഞത്. ഇത് രണ്ടും നടന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് ഇവിടെ എൻ്റെ ഒരു അംഗം ഉന്നയിച്ചു, ഇവിടെ ഒരു പ്രിയങ്കനായ എൻ്റെ ഒരു അംഗം ഉന്നയിച്ചു, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തുക നൽകി നെല്ല് സംഭരിക്കുന്നത് ഇവിടെയാണ് എന്നറിയാമോ എന്ന്. എനിക്ക് 2 വട്ടം അറിയാം. മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ കർഷകർക്ക് കൃഷി ചെലവിന്റെ
3 ഇരട്ടി തുക ഇവിടെ ചെലവാകുന്നു എന്ന വസ്തുത അങ്ങേക്കറിയുമോ എന്നാണ് എനിക്ക് ചോദിക്കാനും. പ്ലീസ്. ആ ചെലവ് നികത്താൻ ഈ വിറ്റുവരവിൽ നിന്നാണ് കിട്ടേണ്ടത്. അങ്ങേക്ക് ഇനി സംസാരിക്കാം. അവസാനിപ്പിക്കണം. കാർഷികോൽപ്പന്നങ്ങളുടെ വിലയിൽ നിന്നാണ് ഇത് നികത്താൻ സാധിക്കേണ്ടത്. കർഷകന് ജീവിക്കണം, അവന്റെ ആവശ്യങ്ങൾ നിറവേറ്റണം. അതിന് വേണ്ട മതിയായ വില നിശ്ചയിച്ച് സർക്കാർ പ്രഖ്യാപിച്ചതുപോലെ 150% വില നിശ്ചയിച്ചുകൊണ്ട് മുഴുവൻ കാർഷികോൽപ്പന്നങ്ങളും പ്രഖ്യാപിത പരിപാടി നടപ്പിലാക്കാൻ തയ്യാറാകേണ്ടതുണ്ട്. ഞാൻ ഈ ബില്ല് തുടർന്നുള്ള ചർച്ചയ്ക്ക് അവസരം വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചുരുക്കുന്നു. ഈ ബില്ല് തുടർ ചർച്ചയ്ക്കായി മാറ്റിവെക്കുന്നു.